ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവരും നന്നായിരിക്കണമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ വീട്ടിലാണ്. പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലാണ്. അപ്പോൾ നമ്മൾ നാളെ മുതൽക്ക് ഇതിൻ്റെ തേപ്പ് ആരംഭിക്കുക പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ബാത്റൂമിൻ്റെ പണി മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ 2 ഡോറും വയ്ക്കും. അത് കൊടുത്തിട്ട് ചെയ്തിട്ട് വേണം നമുക്ക് പഞ്ചായത്തിലേക്ക് എഴുതി കൊടുക്കാൻ. ബാക്കിയുള്ള പൈസ കിട്ടാനുള്ള പരിപാടി കുറച്ചേ കിട്ടാറുള്ളൂ. അപ്പോൾ അത് മാർച്ചിൻ്റെ മുമ്പ് വാങ്ങിയിട്ടില്ലെങ്കിൽ ലാപ്സായി പോകും. അതിന് വേണ്ടിയിട്ടാണ്. ബാത്റൂമും ക്ലിയർ ആക്കുക, പിന്നെ 2 ഡോർ വയ്ക്കാം. അപ്പോൾ ഇനി ബാക്കി പൈസ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ തന്നെ. ഇപ്പോൾ നമ്മൾ ആകെ അടിച്ചിരിക്കുന്നത് 3 ചാക്ക് സിമെൻറ്റേ കൊടുത്തിട്ടുള്ളൂ. ഒരു ബാത്റൂമിൻ്റെ പണിക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രം. ടൈലടക്കം വെക്കണം, എന്നാലാണ് പഞ്ചായത്ത് പൈസ തരുള്ളൂ. പിന്നെ ഈ മെയിൻ ഡോറ് വെക്കണം. പിന്നെയുള്ളത് അടുക്കളയുടെ ഡോറാണ്, അതും വെക്കണം. പിന്നെ നമ്മുടെ തന്നെ റൂമൊക്കെ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഒന്ന് വൃത്തിയാക്കാണ്ട്. ഇപ്പോൾ റൂമൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഒറ്റ റൂം നമ്മൾ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ. പിന്നെ ഇതാണ്ടാവും ഒരു റൂം. ഇതാണ് ഒരു റൂമിൻ്റെ ചുമര് പണി കഴിക്കണം. അതുപോലെ ഹാള്, ഡൈനിങ് ഹാളും കോണി റൂമും ഒക്കെ കൂടി വരുന്ന ഈ ഒരു വലിയ ഹാള്. ഇതാണ് ഇപ്പോൾ ഇതിലെ പ്രധാന ഒരു സ്ഥലം എന്ന് പറയുന്നത്. ആകപ്പാടുള്ളത് എൽ ഷേപ്പിലുള്ള ഹാളാണ്. ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇത്ര മാത്രമാണ് ഇപ്പോൾ വാർത്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ബാക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻറ്റ് ചെയ്തിട്ട് വാർക്കണം. ഇവിടെ കെട്ടണം. ഇതേ കെട്ടി ജനലും കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ ആ തലവര കെട്ടി തിരിക്കും. അവിടെ റൂം, ഇവിടെ ഹാള്. എന്നിട്ട് കോണി ഇതിൽ വരും. കോണി വന്നിട്ട് അതിലേക്കാണ് നമ്മൾ കോണി കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ മെല്ലെ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. നമുക്ക് ഒന്നിച്ച് ചെയ്യാനുള്ള പൈസയൊന്നും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബാത്റൂം എന്ന് പറയുന്നത് ശരിക്ക് അറ്റാച്ച്ഡ് ആണ്. പക്ഷെ നമുക്ക് കോമൺ ബാത്റൂം വെക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ 2 വശത്തും ഡോറ് വയ്ക്കുകയാണ്. 2 വശത്തും ഡോറ് വെച്ച് കോമൺ ബാത്റൂമായിട്ടും നമ്മൾ എന്താ പറയുക അറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. അങ്ങനെയാണ് പരിപാടി. വേറെ നമുക്കൊരു കോമൺ ബാത്റൂം പുറത്തുനിന്ന് വന്ന് എടുക്കാനുള്ള ഒരു ഇതില്ല, സ്ഥലമില്ല. കാരണം നമ്മുടെ സ്ഥലം കണ്ടില്ലേ, 3 സെൻറ്റ് സ്ഥലത്താണ് ഈ 750 സ്ക്വയർ ഫീറ്റ് വീടുള്ളത്, വീടിൻ്റെ തറയുള്ളത്. ഇതാണ് അപ്പുറത്ത് ജ്യേഷ്ഠൻ്റെ വീടാണ്. ഈ റോസ് കളറുള്ള ചുമര് കാണുന്നത് ഏട്ടൻ്റെ വീടാണ്. നമ്മുടെ അതിരാണിത്. ഇതാണ് നമുക്ക് സ്ഥലമുള്ളത് ആകപ്പാട്. പിന്നെ മുൻപ് ഞങ്ങളുടെ വീട് കിഴക്ക് വശത്തേക്ക് തിരിഞ്ഞിട്ടായിരുന്നു ഇരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ വടക്കോട്ടാക്കിയിട്ടുണ്ട്. ഇതാണിപ്പോൾ കിഴക്ക് വശത്തുള്ള സ്ഥലം. ഇത് പഴയ മതിലാണ്, നമ്മുടെ വീടിൻ്റെ മതിലാണ്, പണ്ടത്തെ വീടിൻ്റെ. അപ്പോൾ വന്നിപ്പോൾ സിമെൻറ്റും അതുപോലെ ബാത്റൂമിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ മണൽ അന്ന് ഇറക്കിയതാണ്. ഞാനും വൈഫും കൂടി അങ്ങോട്ട് കോരിയിട്ടതാണ്. നമ്മളിപ്പോൾ 1.5 യൂണിറ്റ് മണൽ അടിച്ചിട്ടുണ്ട്. ഓരോ ചാക്ക് സിമെൻറ്റ് വാങ്ങിയിട്ട് നമുക്ക് ചെയ്യാൻ, ബാക്കിയുള്ള പണികൾ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ബാത്റൂമിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-2 ചാക്ക് സിമെൻറ്റ് കാശിനനുസരിച്ച് വാങ്ങിയിട്ട് ഇവിടെ മുറുക്കാൻ്റെ പരിപാടിയിലാണ്. കഞ്ഞിയും ചോറും എന്നല്ല ആവശ്യം, മുറുക്കാൻ. നമ്മുടെ ജയറാമേട്ടൻ്റെ ഒരു പടത്തിൽ റോഷി ചേച്ചിയില്ലേ, മുറുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന സിനിമയുടെ പേര് മറന്നു. അതുപോലെയാണ് ഞാൻ കൊണ്ടു നടക്കുന്നത് ഇതിനെ. അപ്പോൾ ഞാൻ ജയറാമാണോ ചോദിക്കരുത്, ഇവിടെ ഉർവശിയാണെന്നും പറയരുത്. എന്തായാലും നരനും ശൈലജി നമ്മൾ സാധാരണക്കാരല്ല, അതുകൊണ്ട് മുറുക്കാന്നാണ് പറയുന്നത്. എനിക്കത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഇവരോട് മുറുക്കരുത് ഞാൻ എപ്പോഴും പറയും. പക്ഷേ ഇവരുടെ കൂട്ടുകെട്ട് ശരിയല്ല. അതുകൊണ്ടാണ് അമ്മയിമാരായിട്ടുള്ള കൂട്ടുകെട്ട്, വയസ്സായ ആളുകളായിട്ടുള്ള കൂട്ടുകെട്ട്. അപ്പോൾ അവർ മുറുക്കാൻ കൊടുത്ത് ശീലമായിപ്പോൾ. അവരെ കുറ്റം പറയല്ല. എന്തായാലും ഇങ്ങനെ ചമക്കണ്ട. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇപ്പോൾ എല്ലാം കൊടുന്നിട്ടു. ഇപ്പോൾ വെയിലാണ്, ഇവിടെ ഒന്നും പണിയാൻ പറ്റില്ല, ഭയങ്കര വെയിൽ. ഈ ഭാഗം മാത്രം ലേശം തണലുള്ളൂ. അവിടെ വാർത്തതുകൊണ്ട് തണല. നമ്മുടെ പുറത്തുനിന്നുള്ള കാഴ്ച ഇതാണ്. വീട് പണി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലുക്കുള്ള വീടായിട്ട് മാറും. നമുക്ക് സ്ഥലം ഇതുണ്ടോ, നമ്മുടെ സ്ഥലമൊക്കെ കിടക്കുന്നത് കണ്ടില്ലേ, ഇങ്ങനെ കോണിച്ച് ഒരു ആകൃതി ഇല്ലാത്ത ഒരു സ്ഥലമാണിത്. ചതുരമല്ല, നീളമല്ല, എന്താ പറയുക, എന്താ ചെയ്യുക. നമുക്ക് സ്വന്തമായിട്ട് സ്ഥലമൊന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല. അമ്മയായിട്ട് ഉണ്ടാക്കി തന്ന തറവാടിൻ്റെ സ്ഥലമാണ്. അതിന് ഏട്ടന് കൊടുക്കാനുള്ള ഷെയറുകളും കൊടുത്ത് ഏട്ടൻ അവിടെ വീട് വെച്ച് അതിന് ശേഷമുള്ള ബാക്കിയുള്ള സ്ഥലത്താണ് നമ്മുടെ പഴയ വീട് നിന്നിരുന്നത്. അപ്പോൾ ജ്യേഷ്ഠപ്പം ഇവിടെ ഇല്ല, അവർ മകളുടെ വീട്ടിലവിടെ പേർക്കാണ്, അവിടെ ആരുമില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെ നമ്മുടെ സ്ഥലങ്ങൾ കണ്ടില്ലേ. പണി തേപ്പ് പണിയും കാര്യങ്ങളൊക്കെ എടുക്കും. ഇതെന്താ വെച്ചാൽ നമ്മൾ കെട്ടി വറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കൊടുത്തിരുന്നു.
കാരണം എന്നെക്കൊണ്ട് എത്തില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതൊന്നും വേണ്ട രീതിയിലായില്ല. നമ്മൾ പാവപ്പെട്ടവരല്ലേ. അപ്പോൾ നമ്മളെ അത് പോട്ടെ, ഇനി അതിനെക്കുറിച്ച് പറയുന്നില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ അവരൊക്കെ നോക്കുന്ന ആൾക്കാർ, എന്തിന് നമ്മളൊരാളിനെ കുറ്റം പറയും? നമ്മുടെ കഷ്ടകാലം അല്ലെങ്കിൽ നമ്മുടെ പോരായ്മ എന്നൊക്കെ പറയാം, നമ്മുടെ അബദ്ധങ്ങൾ എന്നൊക്കെ പറയാം. പണി അറിഞ്ഞിട്ടും കാര്യമില്ല. അത് നമ്മൾ പൈസ ഇറക്കാൻ വേണ്ടേ കയ്യിൽ. അപ്പോൾ പിന്നെ പൈസ നമുക്ക് കയ്യിൽ നിന്ന് ഇറക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പണിയായിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ വാർപ്പിന് സബ് മാത്രമേ കൊടുക്കേണ്ടുള്ളൂ, വാർപ്പ്. പക്ഷെ അതിനൊന്നും അന്ന് പറ്റിയില്ല. അതുകൊണ്ട് കുറേ അബദ്ധങ്ങൾ പറ്റി. പിന്നെന്താ വെച്ചാൽ നമ്മുടെ സമയം നന്നാവണം, നമുക്ക് യോഗം വേണം, അപ്പോഴേ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുള്ളൂ. എന്തായാലും നാളെ നമ്മൾ ബാത്റൂമിൻ്റെ തേപ്പ് തുടങ്ങും. അത് കഴിഞ്ഞ് പിന്നെ ഡോറ് വെച്ച് നമ്മൾ പഞ്ചായത്തിലേക്ക് ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കണം. എന്നാലാണ് ബാക്കി ഇത്തിരി പൈസ കിട്ടാണ്ട് അത് കിട്ടുള്ളൂ. അത് കിട്ടിയിട്ട് വേണം മൂത്തമാനും ചെറിയ മോനൊക്കെ കടം വാങ്ങി തന്ന പൈസ അവർക്ക് തിരിച്ചു കൊടുത്ത് വീണ്ടും കുറച്ചുകൂടി കടം വാങ്ങിയിട്ട് വേണം ബാക്കി ചുമര്, ഒരു 250 സ്ക്വയർ ഫീറ്റ് ചുമര് കെട്ടാനുണ്ട്, ഒരു റൂമും ഒരു ഹാളും അല്ലേ. അപ്പോൾ അതിൻ്റെ ചുമര് കെട്ടും വേണം. അത് വാർക്കാൻ പറ്റുവാണെങ്കിൽ വാർക്കണം, അതല്ലെങ്കിൽ ഇവിടെ പണ്ടത്തെ വീടിൻ്റെ ഷീറ്റ് കിടക്കുന്നുണ്ട്, അത് വെച്ചിട്ടെങ്കിലും ഞങ്ങൾക്ക് ഈ വർഷം ഇതിൽ കയറിയിരിക്കണം. അതായത് ഒരു വിഷുവിനൊക്കെ വന്ന് കയറിയിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ അവിടുത്തെ പൂരത്തിനൊക്കെ കയറിയിരിക്കണം എന്ന് വിചാരിച്ചാൽ നടന്നില്ല. സാറില്ല, എല്ലാറ്റിനും അതിൻ്റേതായ സമയമുണ്ട്. ഈ സമയം കടന്നു പോകും. ഏറ്റവും നല്ല പ്രതീക്ഷയുള്ളൊരു വാക്കല്ലേ. അപ്പോൾ അതിൽ തന്നെ ഞാനും വിശ്വസിക്കുന്നത്. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ചങ്ക് കൂടെയുണ്ട്, പാതി കൂടെയുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, എല്ലാത്തിനും കൂടും. പിന്നെ തേപ്പിനായാലും ഇതിനായാലും എന്ത് പണിക്കാണെങ്കിലും അവളും ഉഷാറാണ്. അതിൻ്റെ ഇടയ്ക്കിടെ വീഡിയോ ചെയ്യണം, പാട്ട് പാടണം, പരിപാടികളുണ്ടെങ്കിൽ അതിന് പോകണം, കൂലിപ്പണിക്ക് പോകണം, വീട്ടിലെ പണി ചെയ്യണം, വീഡിയോ എടുക്കണം, വീട്ടിലത്തെ മക്കളുടെ കാര്യം നോക്കണം, വയസ്സായ നമ്മുടെ കാര്യം നോക്കണം. അപ്പം എൻ്റെ ആരായി നോക്കുക? പിന്നെ ഭർത്താവിന്റെ കാര്യം നോക്കണം. എന്തൊക്കെ പണി ചെയ്യണം ചേട്ടാ. കണ്ടില്ലേ, എല്ലാവരും കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ കാര്യം നോക്കുള്ളൂ. അത് കുഴപ്പമില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എല്ലാം ശരിയാവും. ഈ സമയം കടന്നു പോകും. എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ എപ്പോഴും ഉണ്ടാവുക, കൂടെ സപ്പോർട്ട് ഉണ്ടാവുക. ഈ വീഡിയോ ഒക്കെ ഇടുന്നത് ഒരിക്കലും ഇതൊക്കെ കാണിച്ചിട്ട് മറ്റുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നല്ല. നമ്മളൊരു സാധാരണക്കാരാണ്. നമ്മുടെ അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് നിങ്ങൾക്കും ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഈ ഭൂമിയിൽ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഇത്തിരി നേരം നമുക്ക് സന്തോഷം. പിന്നെ അതുപോലെ കഴിഞ്ഞിട്ട് നമുക്ക് പേജിനൊരു റീച്ച് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇത്തരം നമ്മൾ കണ്ടൻറ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ, അതായത് ഒരു എന്താ പറയുക, യാഥാർത്ഥ്യങ്ങൾ ആയിട്ട് നമ്മൾ പുറത്ത് വിടുമ്പോൾ അതിൻ്റെ അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഇത് കാണിച്ചിട്ട് ഇപ്പോൾ വീട് പണി നടന്നില്ല അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മുതലെടുപ്പിന് വേണ്ടിയിട്ടല്ല. ആരുടെയും ഒന്നും വേണ്ട നമുക്ക്. എന്നാൽ തന്നെ ഒരുപാട് ആൾക്കാർ എന്നെ സഹായിച്ചിട്ടുണ്ട്, സുഹൃത്തുക്കൾ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അത് എഴുതിയിട്ടുണ്ട്. ഈ വീട് പണി തുടക്ക സമയത്തൊക്കെ എന്നെ സഹായിച്ച ആളുകളുണ്ട്. അവരെ പേരെടുത്ത് പറയാൻ നിന്നാൽ അത് ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവാം. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്കത് കേൾക്കുമ്പോൾ അതൊരു വിഷമമാവും. അവർ പേര് പറഞ്ഞില്ല, അപ്പോൾ പേര് പറയുന്നില്ല. അവർക്കറിയാം ആരൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന്, അവർക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ മനസ്സിലും അവരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ രണ്ടാളും പ്രാർത്ഥിക്കാറുണ്ട്. നല്ല സ്നേഹവും അതുപോലെ തന്നെ നല്ല സഹായങ്ങളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞതൊക്കെ അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു സഹായം കൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും തരാം. ബൈ. താങ്ക് യു. അപ്പോൾ നാളെ നമ്മൾ പണി തുടങ്ങും അല്ലേ? അപ്പോൾ ഞാൻ അപ്പോൾ കാണാം. ബൈ.